NDA സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 4:30-നാണ് യോഗം ചേരുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ചേരുന്നത്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ച നടക്കും. സഹമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണിത്. 33 രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുന്നതിന്റെ ഭാഗമായി സന്ദർശനം നടത്തിയ പ്രതിനിധി സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണും. അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിനിധി സംഘങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്യും. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുറന്നുകാട്ടുക, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിലെ യുക്തി വിശദീകരിക്കുക എന്നിവയായിരുന്നു 59 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘത്തിന്റെ ചുമതല. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം പരിഗണനയിലുണ്ടെന്നും വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ മാസം 16-ന് കേന്ദ്ര സർക്കാർ സമ്മേളനം വിളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശത്ത് പോയ പ്രതിനിധി സംഘങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകുന്ന നിലയിലായിരിക്കും പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ കോൺഗ്രസിനെതിരെ കടുപ്പിച്ച് BJP രംഗത്തെത്തിയിരുന്നു. ലോകം മുഴുവൻ ഇന്ത്യയെ പുകഴ്ത്തുമ്പോഴും കോൺഗ്രസ് പാകിസ്ഥാൻ വക്താക്കളെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് BJP നേതാവ് തരുൺ ചുഗ് അഭിപ്രായപ്പെട്ടു. എതിരാളികളെ എങ്ങനെ നേരിടണമെന്ന് കോൺഗ്രസ് തങ്ങളെ പഠിപ്പിക്കേണ്ടെന്നും 2024 മുതൽ 2014 വരെ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിനെ രാജ്യം കണ്ടതാണെന്നും ചുഗ് വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സൈനിക നടപടിയിൽ ചോദ്യങ്ങൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് വിമർശനവുമായി BJP നേതാക്കളും രംഗത്തെത്തുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാന്റെ വെളിപ്പെടുത്തലിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ സത്യം മൂടിവെച്ചെന്ന് കോൺഗ്രസ് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. പാർലമെന്റ് വിളിച്ച് യഥാർത്ഥ വിവരങ്ങൾ വിശദീകരിക്കാൻ സർക്കാരിന് കഴിയണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ CDSന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിന്റെ മൗനം തുടരുകയാണ്. ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന സൂചന നൽകി ഇന്നലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ വാർത്താ ഏജൻസിയോട് സംസാരിച്ചത് പല ചോദ്യങ്ങൾക്കും ഇടയാക്കുകയാണ്. നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന DG എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ AK ഭാരതി നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ നഷ്ടം എന്തെന്ന് വിശദീകരിച്ചിരുന്നില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങളോടും സർവകക്ഷി യോഗത്തിലും ഇക്കാര്യം വിശദീകരിക്കാതെ വിദേശ മാധ്യമങ്ങളോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എന്തിനെന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് പ്രചരിപ്പിക്കുന്നത് കളവാണെന്ന് ജനറൽ ചൗഹാൻ ഇന്നലത്തെ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തുടക്കത്തിലുണ്ടായ തന്ത്രപരമായ പിഴവ് എന്തായിരുന്നു? വിമാനം എങ്ങനെ വീണു എന്ന സംശയങ്ങളും ഉയർന്നു വരികയാണ്. ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന ചോദ്യം സ്ഥിരമായി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടായിരുന്നു. സേനകൾ ധീരമായി ഓപ്പറേഷൻ പൂർത്തിയായില്ലെങ്കിലും വസ്തുതകൾ വിശദീകരിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ശക്തമാക്കാനും CDSന്റെ പ്രസ്താവന പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തിന്റെ വസ്തുതകൾ വിദേശത്തല്ല, പാർലമെന്റിലാണ് സർക്കാർ വിശദീകരിക്കേണ്ടതെന്ന് തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷ് പറഞ്ഞു. ജനറൽ ചൗഹാൻ സൈന്യത്തിന്റെ കഷ്ടപ്പാടാണ് വിശദീകരിച്ചതെന്നും എന്നാൽ പ്രതിരോധ മന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ശരിയല്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.